ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ജിഎസ്ടി കൌൺസിലിന്റെ 55ാമത് യോഗത്തിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് രാജസ്ഥാനിൽ അധ്യക്ഷത വഹിക്കും. 2025 കാലയളവിൽ കൊപ്രയുടെ കുറഞ്ഞ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. ഇന്ത്യൻ സേനയ്ക്ക് ആധുനിക ആർട്ടിലറി തോക്കുകൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം 7,600 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവച്ചു. സപ്ലൈകോ ക്രിസ്തുമസ് ന്യൂ ഇയർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ കുവൈത്ത് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടും. കുവൈറ്റ് അമീർ ഷെയ്ഖ് മഷാൽ അൽ അഹമ്മദ് അൽ ജബാർ അൽ സബാഹിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 43 വർഷത്തിനു ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. സന്ദർശനവേളയിൽ കുവൈറ്റ് നേതൃത്വവുമായി ശ്രീ മോദി ചർച്ച നടത്തും. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുന്ന പ്രധാനമന്ത്രി ലേബർ ക്യാമ്പുകളും സന്ദർശിക്കും. 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. നാളെ പ്രധാനമന്ത്രിക്ക് ബയാൻ കൊട്ടാരത്തിൽ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകും. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ചേരുന്ന 55ാമത് ജിഎസ്ടി കൌൺസിൽ യോഗത്തിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അധ്യക്ഷത വഹിക്കും. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാരുമായി ഇന്നലെ രാജസ്ഥാനിൽ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചകൾ നടത്തി. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ യോഗത്തിൽ പങ്കുവച്ചു. 15ാം ധനകാര്യ കമ്മീഷന് കീഴിൽ നികുതി ഇനത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം വർദ്ധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ഗോവ, ഹരിയാന, ജമ്മുകശ്മീർ, മേഘാലയ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരും വിവിധ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നലെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും മന്ത്രിമാരായ AK ശശീന്ദ്രൻ, PA മുഹമ്മദ് റിയാസ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരും ആശുപത്രി സന്ദർശിച്ച് MTയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി MTയുടെ മകൾ അശ്വതിയുമായി ഫോണിൽ സംസാരിച്ചു. 2025 കാലയളവിൽ കൊപ്രയുടെ കുറഞ്ഞ താങ്ങുവിലയ്ക്ക് കേന്ദ്ര സാമ്പത്തികകാര്യ മന്ത്രിസഭാ സമിതിയുടെ അംഗീകാരം. ഇതനുസരിച്ച് മിൽ കൊപ്രയുടെ ശരാശരി ഗുണനിലവാരത്തിനുള്ള ന്യായമായ താങ്ങുവില ക്വിന്റലിന് 11,582 ഉണ്ടക്കൊപ്ര ക്വിന്റലിന് 12,100 നിശ്ചയിച്ചിട്ടുണ്ട്. കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള NDA സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണിതെന്ന് മന്ത്രിസഭായോഗ തീരുമാനം വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. आज जो अप्रूवल हुआ है वो मिलिंग कोपरा जो ऑयल के लिए उपयोग में आता है वो 11,582 रुपीस पर क्विंटल और बॉल कोपरा 12,100 पर क्विंटल. इसका फाइनेंशियल इम्प्लीकेशन 855 करोड़ है और 2024 की कंपैरिजन में मिलिंग कोपरा का MSP 422 रुपीस ज्यादा है और बॉल कोपरा का ₹100 पर क्विंटल ज्यादा है. 855 കോടി രൂപയുടെ ബാധ്യതയാണ് ഈ തീരുമാനത്തിലൂടെ സർക്കാരിനുണ്ടാകുന്നത്. 2024 സീസണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മിൽ കൊപ്രയുടെ താങ്ങുവില 422 രൂപയും ഉണ്ടക്കൊപ്രയ്ക്ക് 100 രൂപയും കൂടുതലാണ്. പ്രതിപക്ഷ ബഹളം കാരണം ഇത്തവണ പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന്റെ പ്രവർത്തനക്ഷമതയിൽ കുറവുണ്ടായതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ലോക്സഭ 54%, രാജ്യസഭ 40% മാത്രമാണ് പ്രവർത്തന മികവ് രേഖപ്പെടുത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ത്രിപുരയിലെ അഗർത്തലയിൽ നടക്കുന്ന നോർത്ത് ഈസ്റ്റ് കൌൺസിലിന്റെ 72ാമത് പ്ലീനറി യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ ജ്യോതിരാദിത്യ സിന്ധ്യ, സുകാന്ത് മജുംദാർ, എല്ലാ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാരും മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ഇന്നലെയാണ് യോഗം ആരംഭിച്ചത്. വടക്ക് കിഴക്കൻ മേഖലയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് NEC യോഗം പുതിയ അടിത്തറ പാകുമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര ഊർജ്ജ നഗരകാര്യമന്ത്രി മനോഹർ ലാൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം നാളെ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ നഗരകാര്യ പദ്ധതികളുടെ അവലോകനവും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് കൊച്ചി സന്ദർശിക്കുന്ന അദ്ദേഹം വാട്ടർ മെട്രോ പ്രവർത്തനങ്ങളും വിലയിരുത്തും. ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടി K9 വജ്ര T ആർട്ടിലറി തോക്കുകൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം 7,600 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും കമ്പനി പ്രതിനിധികളും കരാർ ഒപ്പിട്ടത്. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. 2005 അംഗീകരിച്ച രാഷ്ട്രീയ മാനദണ്ഡങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും അനുസൃതമായി അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ചട്ടക്കൂട് തയ്യാറാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഇന്ത്യയും ചൈനയും ഉറപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയുടെയും ചൈനയുടെയും പ്രത്യേക പ്രതിനിധികൾ ഈ മാസം 18-ന് കൂടിക്കാഴ്ച നടത്തിയതായും മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. Now, the specific question about the 6-point consensus, I think we can speak for our press release and give you details on that. I can say that, what we have said in our press release, that we have reaffirmed their commitment, both sides have reaffirmed their commitment to explore a fair, reasonable and mutually acceptable framework for the settlement of the boundary question in accordance with the political parameters and guiding principles agreed in 2005. There were some questions about this 2005 also. It's a document which is available, publicly available. It is there on our website. സപ്ലൈകോ ക്രിസ്തുമസ് ന്യൂ ഇയർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 30 വരെ നീളുന്ന വിപണന മേളയിൽ 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങളും 10 മുതൽ 40% വിലക്കുറവിൽ ലഭിക്കും. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് കൊടിയിറങ്ങി. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച മേള ഐക്യത്തിന്റെയും ഒരുമയുടെയും വേദിയായി മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം സംവിധായിക പായൽ കപ്പാടിയ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ബ്രസീലിയൻ ചിത്രമായ മലു സ്വന്തമാക്കി. മഞ്ഞപ്പിത്ത വ്യാപനം സ്ഥിരീകരിച്ച കളമശ്ശേരിയിലെ 10, 12, 14 വാർഡുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച 13 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 30-ലധികം പേർക്ക് രോഗലക്ഷണമുണ്ട്. കേന്ദ്ര സർക്കാരും ഏഷ്യൻ വികസന ബാങ്കും $350 ദശലക്ഷം രൂപയുടെ വായ്പാ കരാറിൽ ഒപ്പുവച്ചു. മൾട്ടി മോഡൽ ആൻഡ് ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് ഇക്കോസിസ്റ്റം പദ്ധതി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കരാർ. രാജ്യത്തിന്റെ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പരിപാടിയാണ് ഇത്. KYC മാനദണ്ഡങ്ങളിലെ ചില വ്യവസ്ഥകൾ പാലിക്കാത്തതിന് മണപ്പുറം ഫിനാൻസിന് 20 ലക്ഷം രൂപയുടെ പിഴ ചുമത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2023 മാർച്ച് 31-ലെ സാമ്പത്തിക നിലയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വീഴ്ച കണ്ടെത്തിയത്. RBI അയച്ച നോട്ടീസിന് മണപ്പുറം ഫിനാൻസ് മറുപടി നൽകിയിരുന്നു. ഉപഭോക്താക്കളുടെ പാൻ പരിശോധിക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടതായി റിസർവ് ബാങ്ക് അറിയിച്ചു. ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിൽ ജനക്കൂട്ടത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റിയതിനെ തുടർന്ന് 2 പേർ കൊല്ലപ്പെടുകയും 60-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ 15 പേരുടെ നില ഗുരുതരമാണ്. സംഭവം ആക്രമണമെന്നാണ് പ്രാഥമിക നിഗമനം. മലേഷ്യയിലെ ക്വാലാലംപൂരിൽ നാളെ നടക്കുന്ന അണ്ടർ 19 വനിതാ T20 ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കുവൈത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. GST കൌൺസിലിന്റെ 55ാമത് യോഗത്തിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് രാജസ്ഥാനിൽ അധ്യക്ഷത വഹിക്കും. 2025 കാലയളവിൽ കൊപ്രയുടെ കുറഞ്ഞ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. ഇന്ത്യൻ സേനയ്ക്ക് ആധുനിക ആർട്ടിലറി തോക്കുകൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം 7,600 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവച്ചു. സപ്ലൈകോ ക്രിസ്തുമസ് ന്യൂ ഇയർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.